ഹംബൂസ് ഗാർഡൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാട്ടർ ലില്ലിയാണ് കേട്ടോ. കുറച്ചെണ്ണേ ഉള്ളൂ, ഒരു 10-15 വെറൈറ്റി കാണുമായിരിക്കും, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം വേണ്ട ഒരു വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, മെസ്സേജ് അയയ്ക്കുക. ഗൂഗിൾ പേ നമ്പർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറല്ല, ഓർഡർ എടുത്തതിന് ശേഷം വേറെ ഗൂഗിൾ പേ നമ്പർ തരുന്നതായിരിക്കും കേട്ടോ. അതുപോലെ DTDC വഴിയായിരിക്കും പ്ലാൻസ് അയക്കുന്നത്. ട്യൂബേഴ്സ് ചിലപ്പോൾ ഞാൻ സ്പീഡ് പോസ്റ്റ് ആരെങ്കിലും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ സ്പീഡ് പോസ്റ്റ് വഴി അയക്കാറുണ്ട്. പക്ഷേ സ്പീഡ് പോസ്റ്റ് ഇപ്പം ഒരാഴ്ചത്തേക്ക് സ്പീഡ് പോസ്റ്റിൽ അയക്കാൻ പറ്റണില്ല. അവിടുത്തെ സോഫ്റ്റ്വെയർ എന്തോ മാറ്റം വരുത്തുമൊക്കെ ആയതുകൊണ്ട് സ്പീഡ് പോസ്റ്റ് ഓഫീസ് നമുക്ക് കൊറിയറൊന്നും അയക്കാൻ പറ്റണില്ല കേട്ടോ. അപ്പോൾ ഈ ഒരാഴ്ചത്തേക്ക് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ. ഞാൻ വാട്ടർ പ്ലാന്റ്സ്, അതായത് ആമ്പൽ, താമരയൊക്കെ ഞാൻ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. ഇത് റീസെയിലല്ല. അപ്പോൾ നമുക്ക് കുറച്ച് പ്ലാന്റ്സുകൾ ആയി കഴിയുമ്പോൾ ഞാൻ വീഡിയോ ഇട്ട് പോവുകയാണ് കേട്ടോ. വീഡിയോ ഇട്ട് ഒരു ചിലപ്പോൾ ഈ 10-15 വെറൈറ്റി, അത് ചിലതൊന്നും നമുക്ക് ID കറക്റ്റ് അറിയാൻ പാടില്ല. ഫ്ലവർ വിരിയാൻ നമുക്ക് ID കറക്റ്റ് അറിയാൻ പാടില്ല. അപ്പം അത് കറക്റ്റ് ഐഡിയ അറിയാവുന്ന മാത്രമാണ് നമ്മൾ സെയിൽ വീഡിയോയിൽ ഇടുന്നത്. അപ്പോൾ താമരയുടെ പോലെയല്ല, ആമ്പലിൽ നമുക്ക് ഫ്ലവർ വിരിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ ഐഡിയ നമുക്ക് മനസ്സിലാകും കേട്ടോ. അപ്പം അതുകൊണ്ട് 10-15 വെറൈറ്റി അല്ലെങ്കിൽ 10-20 വെറൈറ്റി ഒക്കെ ആയി കഴിയുമ്പോഴത്തേനും ഞാൻ ഇടും, അത് സെയിലായി പോകും. അതുപോലെ ഒരുപാട് പേര് ഓരോ ഓർഡറിലും ഫ്രീ പ്ലാൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓരോ ഓർഡറിലുമൊക്കെ ഫ്രീ പ്ലാൻസ് കൊടുക്കുക എന്ന് പറയുന്നത് സാധ്യമായിട്ടുള്ള കാര്യമല്ല. അപ്പം ഒരു 4-5 ഓർഡറൊക്കെ എടുത്ത് കഴിയുമ്പോൾ ചിലപ്പം മേടിച്ച് കഴിയുമ്പം ചിലപ്പോൾ അവർക്ക് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാൻസ് അവർ ചോദിച്ചു കഴിയുമ്പോൾ കൊടുക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഓരോ വീഡിയോയിലും ഓരോ സെയിൽ പർച്ചേസിങ്ങിലും നമുക്കിങ്ങനെ ഫ്രീ പ്ലാൻസ് നമുക്ക് കൊടുക്കുന്ന സാധ്യമല്ല കേട്ടോ. ഇപ്പോൾ ഒരു 10 പേർക്കൊക്കെ നമ്മൾ ഫ്രീ പ്ലാൻസ് കൊടുക്കുകയാണെങ്കിൽ അത് ഒന്നാലോചിച്ച് നോക്കിയാൽ 10 പ്ലാന്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോവുക. ഞാൻ റീസെയിൽ ചെയ്യുന്ന ആളല്ല. അപ്പം റീസെയിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് ട്യൂബറാണേലും ഇവിടുന്ന് 4 വഴിക്കും നമുക്ക് ട്യൂബേഴ്സ് കിട്ടും. പക്ഷേ ഇത് എൻ്റെ ട്യൂബേഴ്സ് തന്നെയാണ്. അല്ലെങ്കിൽ വാട്ടർ ലില്ലി ആണെങ്കിലും റീസെയിൽ ചെയ്യുന്നതല്ല, വാട്ടർ ലില്ലിയും എൻ്റെ ഇത് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ചോദിക്കുന്നവർക്ക് റേറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പരമാവധി റേറ്റ് എന്താ പറയുക, മറ്റുള്ള സെല്ലേഴ്സ് കൊടുക്കുന്നതിനേക്കാളും റേറ്റ് അന്ന് അന്വേഷിച്ചാൽ അറിയാം. കുറേയൊക്കെ റേറ്റ് കുറച്ചാണ്, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് വന്നു കഴിയുമ്പോൾ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ അപ്പം നമുക്ക് സ്ഥിരമായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് മാത്രമേ വാങ്ങിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ കുറേ പേര് ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ CC ഒഴിവാക്കിയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രീ പ്ലാൻസ് വയ്ക്കുകയോ എന്തെങ്കിലും. അപ്പോൾ നമുക്ക് എല്ലാ പർച്ചേസിങ്ങിലും അല്ല, എല്ലാ വീഡിയോയിൽ ഇടുന്ന എല്ലാ പ്രാവശ്യവും ഒത്തിരി പ്രാവശ്യം സെയിൽ ചെയ്യുകയാണെങ്കിൽ എല്ലാ പ്രാവശ്യവും നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല കേട്ടോ. നമുക്കെന്ന് വെച്ചാൽ അതുപോലെ പ്ലാൻസ് എല്ലാം നല്ലപോലെ പണിയുണ്ട്, നല്ലപോലെ കഷ്ടപ്പാടുണ്ട്. അപ്പോൾ നമുക്ക് 10 പേർക്കൊക്കെ ഇങ്ങനെ ഫ്രീ പ്ലാൻസ് കൊടുക്കാമെന്ന് പറയുമ്പോൾ നമുക്ക് 10 പ്ലാന്റ് അങ്ങ് പോവും. പിന്നെ ഒരു കാര്യമുണ്ട്, എനിക്ക് ID കറക്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ 10 വെറൈറ്റി ഉണ്ടെങ്കിൽ 10 വെറൈറ്റി ആയിരിക്കും ഞാൻ സെയിൽ വീഡിയോ ഇടുന്നത്. അപ്പോൾ അത് ഒരു 3-4 വീഡിയോയിൽ അടുപ്പിച്ചിടുമ്പം ആൾക്കാർ കണ്ടിട്ട് നമുക്കത് വാങ്ങിച്ചുകൊണ്ട് പോകും. അപ്പോൾ നമുക്ക് കൊടുക്കാൻ പ്ലാൻസ് കാണത്തില്ല. അത് നമുക്ക് കറക്റ്റായിട്ട് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് കൊടുക്കാനും പറ്റത്തില്ല. ഞാൻ റേറ്റ് കൂടിയ വെറൈറ്റീസാണ് കൂടുതലും ID കറക്റ്റ് എഴുതി വയ്ക്കുന്നത്. അപ്പം നമുക്കിപ്പം എല്ലാത്തിലും എഴുതി വെക്കുന്നുണ്ട്, ഇല്ലെന്നല്ല പറഞ്ഞത്. പക്ഷേ നമുക്ക് ഇത്രയൊക്കെ വെറൈറ്റി 150 വെറൈറ്റി ഉണ്ട് എനിക്ക്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെയും നമുക്ക് ഇവിടുന്ന് എല്ലാം ട്യൂബേഴ്സും കിട്ടും. എല്ലാം ഇങ്ങനെ ആയി കഴിയുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര പാടുമായിരിക്കും കേട്ടോ. നമുക്ക് ഏത് ഐഡിയ എന്ന് കറക്റ്റ് അറിയത്തില്ല. ചിലപ്പോൾ റേറ്റ് കൂടിയ ഐഡിയൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചോദിക്കുന്നവർക്ക് ID കറക്റ്റ് അറിയാവുന്നുണ്ടെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയോ ഫ്രീ പ്ലാൻസ് കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ നമുക്ക് എപ്പോഴും വീഡിയോയിൽ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. കാരണം പറഞ്ഞല്ലോ നമ്മുടെ പ്ലാൻസ് തന്നെയാണ്. ട്യൂബേഴ്സ് ആണെങ്കിലും എൻ്റെ തന്നെ ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും നമുക്ക് ഗിഫ്റ്റൊന്നും കൊടുക്കാനും പറ്റത്തില്ല. അപ്പം നമുക്ക് ഈ കുറച്ച് വെറൈറ്റീസൊക്കെ ഇടുന്നതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് സെയിലായി പോകുന്നുമുണ്ട് കേട്ടോ. അത്യാവശ്യം സെയിലായി പോകുന്നുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്ത് പറയുന്നത് കേട്ടോ.
ഞാൻ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഇല്ലെന്ന് പറയുന്നില്ല. അത് എല്ലാവർക്കും മേടിക്കുന്നവർക്കറിയാം റേറ്റ് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഒരുപാട് റേറ്റ് നമുക്ക് ഈ താമരയ്ക്ക് നമുക്ക് റേറ്റ് കുറവായിരിക്കാം, പക്ഷേ ആമ്പലിന് അതുപോലെയല്ല. ആമ്പലിന് റേറ്റ് എന്താ ഇത്രയും റേറ്റ് എന്നൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നു. പക്ഷേ ആമ്പലിന് ഇതാണ് റേറ്റ്, ആമ്പലിൻ്റെ റേറ്റ് ഇത്രയുണ്ട്. നമുക്കതിൽ യാതൊരു എന്താ പറയുക, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്വാഭാവികമായിട്ട് എല്ലാവരും സെയിൽ ചെയ്യുന്ന ഒരു റേറ്റാണിത്. അതുതന്നെയാണ് ഞാൻ ഇവിടെ ഇടുന്നത്, യൂട്യൂബിനകത്ത് വീഡിയോ ഇടുന്നതിനകത്ത് പറയുന്നതും അത് തന്നെയാണ് കേട്ടോ. അപ്പം കുറച്ച് ഏതാണ്ടൊക്കെ വേറെ എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ വിട്ടുപോയി. അപ്പം നമുക്ക് ഏതൊക്കെ പ്ലാന്റ്സ് ആണെന്ന് നമുക്ക് കണ്ടുപോകാവേ. ഇതാണ് കേട്ടോ ഇംഗ്ലീഷ് റോസ്. ഈ ഒരൊറ്റ പ്ലാന്റേ ഉള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്ലാന്റുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇംഗ്ലീഷ് റോസ് ഉണ്ടോ എന്ന്. ഇംഗ്ലീഷ് റോസിനൊക്കെ നല്ല റേറ്റുള്ള വെറൈറ്റി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നല്ല റേറ്റുള്ള വെറൈറ്റിയാണ്. നമ്മൾ ട്യൂബറിനാണ് കേട്ടോ, ഈ വാട്ടർ ലില്ലിയുടെ ട്യൂബറിനാണ് റേറ്റ് കൂടുതൽ, ഫ്ലവറിങ് പ്ലാന്റിനൊക്കെ റേറ്റ് കൂടുതൽ അതെ കേട്ടോ. അപ്പം ഇത് ഇംഗ്ലീഷ് റോസാണ്. ഇംഗ്ലീഷ് റോസിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 250 രൂപയാണ് കേട്ടോ റേറ്റ്. അപ്പം വേണ്ട ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുള്ളത്, അതിനകത്തേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ, കോളുകൾ ഒഴിവാക്കണേ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം കേട്ടോ. അരുൺമാരിയാണേ, അരുൺമാരിയുടെ ഫ്ലവർ വന്ന പ്ലാന്റാണ് കേട്ടോ സെയിലിനായിട്ടുള്ളത്. ട്യൂബറിൽ നിന്നാണ് നമുക്ക് പുതിയ തൈകൾ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അരുൺമാരിയുടെ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് 250 രൂപയാണ് കേട്ടോ. ഇതാണ് പ്ലാന്റ്, ഈ ഫ്ലവർ വിരിഞ്ഞിരിക്കുന്ന പ്ലാന്റാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ. 250 രൂപയാണ് റേറ്റ്. അടുത്ത ഗോൾഡൻ ഫ്രണ്ട്ഷിപ്പിൻ്റെ ട്യൂബർ പ്ലാന്റ് ആണ് കേട്ടോ. ഗോൾഡൻ ഫ്രണ്ട്ഷിപ്പ് മൾട്ടിപ്പെറ്റൽ മഞ്ഞ വാട്ടർ ലില്ലിയാണ്. അതിൻ്റെ ട്യൂബർ പ്ലാന്റ് ആണ് കേട്ടോ ഉള്ളത്. അതിൻ്റെ അടിയിൽ ട്യൂബറുണ്ട്. ട്യൂബർ കാണേണ്ടവർക്ക് മേടിക്കുന്നതിന് മുമ്പ് മെസ്സേജ് അയച്ചാൽ മതി, വാട്സപ്പിൽ ട്യൂബർ എടുത്ത് കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 500 രൂപയാണ്. അടുത്ത സബ് മോങ്കോളിൻ്റെ ട്യൂബർ പ്ലാന്റ് ആണ് കേട്ടോ. സബ് മോങ്കോളിൻ്റെ ഒരു 2-3 ട്യൂബർ പ്ലാന്റ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. സബ് മോങ്കോളിൻ്റെ ഈ ട്യൂബർ പ്ലാന്റിൻ്റെ റേറ്റ് 250 രൂപയാണ്. ഒരേ സമയം ഒത്തിരി പൂക്കൾ നമുക്ക് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ സബ് മോങ്കോൾ. 250 രൂപയാണ് റേറ്റ്. അടുത്ത വെറൈറ്റി ഹസാബാദിനാണ് കേട്ടോ. ഹസാബാദിൻ്റെ ബഡുണ്ട്, അടിയിൽ ബഡ് വന്ന ഈ പ്ലാന്റാണ് കേട്ടോ സെയിലിനായിട്ടുള്ളത്. 450 രൂപയാണ് കേട്ടോ ബഡ് വന്ന ഈ പ്ലാന്റിൻ്റെ റേറ്റ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. ട്യൂബറിൽ നിന്ന് നമുക്ക് തൈകൾ കിട്ടുന്ന മൾട്ടിപ്പെറ്റൽ വാട്ടർ ലില്ലിയാണ് കേട്ടോ ഹസാബാദിൻ. അടുത്ത പിങ്ക് കൊളറാട്ടയാണ് കേട്ടോ. പിങ്ക് കൊളറാട്ടയുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് 80 രൂപയാണ്. ട്യൂബറിൽ നിന്നാണ് കേട്ടോ നമുക്ക് തൈകൾ കിട്ടുന്നത്. മിക്കവാറും ട്യൂബറുള്ള പ്ലാന്റ്സ് ആയിരിക്കും അയച്ചു തരുന്നത്. 80 രൂപയാണ് റേറ്റ്. അടുത്ത അത്രാൻസൻ ജൈജാൻറ്റിയുടെ ബഡ് വന്ന് ഫ്ലവർ വിരിഞ്ഞ പ്ലാന്റാണ് കേട്ടോ. ബഡുണ്ട്, ഫ്ലവർ വിരിഞ്ഞ പ്ലാന്റാണ് കൊടുക്കുന്നത്. 150 രൂപയാണ് കേട്ടോ റേറ്റ്. ഇതിൻ്റെ ട്യൂബർ പ്ലാന്റ് അവൈലബിൾ ആണ്. ചോദിച്ചാൽ മതി, ട്യൂബർ പ്ലാന്റ് വേണ്ടവർക്ക്, ഫ്ലവറിങ് പ്ലാന്റ് വേണ്ടവർക്ക് അങ്ങനെ തരുന്നതായിരിക്കും കേട്ടോ. ഇതാണ് കേട്ടോ പ്ലാന്റ്. ഓസ്ട്രേലിയൻ വെറൈറ്റിയാണ് കേട്ടോ അത്രാൻസ്. നമുക്ക് ഈ ഓസ്ട്രേലിയൻ വെറൈറ്റീസൊക്കെ നല്ലത് തണ്ടിന് നോക്കി ഇത്രയും നീളമുണ്ട്, നോക്കിയത് ഉണ്ടോ, ഇത്രയും നീളമുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് ഇതുപോലെ വലിയ പോട്ടിൽ, നമുക്ക് ഈ താമര നടുന്ന വലിയ പോട്ടിലേക്ക് ഡയറക്റ്റായിട്ട് വെക്കുക. അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജ് ബോക്സിലോ അല്ലെങ്കിൽ വലിയ പൊക്കമുള്ള ഒരു ബക്കറ്റോ അങ്ങനെയൊക്കെ ഉള്ള പോട്ടിനകത്ത് വെക്കുക കേട്ടോ. നല്ല നീളമുണ്ട് തണ്ടിന്. അപ്പം അതുകൊണ്ട് നല്ല വലിയ പോട്ടിൽ ഡയറക്റ്റായിട്ട് പോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പോട്ടിൻ പോട്ടായിട്ടാണെങ്കിലും നല്ല നീളമുള്ള പോട്ടിലേക്ക്, അല്ലെങ്കിൽ ഇതുപോലത്തെ വലിയ പോട്ടിലേക്കോ അല്ലെങ്കിൽ ഫ്രിഡ്ജ് ബോക്സിലോ ഒക്കെ ഇറക്കി വെക്കാനായിട്ട് നോക്കുക കേട്ടോ. ഡയറക്റ്റായിട്ട് പോട്ട് ചെയ്ത് വെക്കുന്നതായിരിക്കും, ഇങ്ങനെ വെക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. സബ്സ്റ്റൂണാണ് കേട്ടോ. വൈറ്റ് സബ്സ്റ്റൂണിൻ്റെ വലിയ പോട്ടിലിരിക്കുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ സെയിലിനായിട്ട് ഉള്ളത്. വൈറ്റ് സബ്സ്റ്റൂൺ ഒരു വിവിപാരസ് വെറൈറ്റിയാണ്. ഇതുകൊണ്ടല്ലേ നോഡുണ്ട് കേട്ടോ. നമുക്ക് ഒത്തിരി തൈകൾ കിട്ടുന്ന ഒരു വെറൈറ്റി കൂടെയാണ് കേട്ടോ വൈറ്റ് സബ്സ്റ്റൂണ്. വൈറ്റ് സബ്സ്റ്റൂണിൻ്റെ ഈ വലിയ പ്ലാന്റാണ് സെയിലിനായിട്ടുള്ളത്. ബഡൊക്കെ ഉണ്ട് കേട്ടോ. അതുണ്ടല്ലേ ഒത്തിരി ബഡുണ്ട്. ബഡുള്ള പ്ലാന്റാണ് കേട്ടോ സെയിലിനായിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 200 രൂപയാണേ. അടുത്ത പർപ്പിൾ നങ്വാങ്ങാണ് കേട്ടോ. പർപ്പിൾ നങ്വാങ്ങിൻ്റെ ട്യൂബർ പ്ലാന്റാണ് കേട്ടോ സെയിലിനായിട്ടുള്ളത്. നോക്കട്ടെ ട്യൂബറല്ലേന്ന്, ട്യൂബർ പ്ലാന്റാണ് കേട്ടോ സെയിലിനായിട്ടുള്ളത്. ട്യൂബർ പ്ലാന്റാണ്. ട്യൂബർ പ്ലാന്റിൻ്റെ റേറ്റ് 80 രൂപയാണ് കേട്ടോ. ഫ്ലവറിങ് പ്ലാന്റ് ഇല്ല, എല്ലാം ട്യൂബർ പ്ലാന്റാണ് കേട്ടോ. 80 രൂപയാണ് റേറ്റ്. അടുത്ത അറോറ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കേട്ടോ. അറോറയുടെ ട്യൂബർ പ്ലാന്റാണ് കേട്ടോ സെയിലിനായിട്ടുള്ളത്. അറോറയും നമുക്ക് ഒരുപാട് ഫ്ലവർ തരുന്ന നല്ല ഭംഗിയുള്ളൊരു വാട്ടർ ലില്ലിയാണേ. ഒത്തിരി പൂക്കൾ നമുക്ക് ഒരേ സമയം തരുന്നതാണ് കേട്ടോ.
ഇതിൻ്റെ ട്യൂബർ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 250 രൂപയാണ് കേട്ടോ. ഇതാണ് പ്ലാന്റ് കേട്ടോ, 250 രൂപയാണ്. ഇസ്ലാം മൊറാഡയാണ് കേട്ടോ. ഇസ്ലാം മൊറാഡയുടെ പ്ലാന്റാണ് ഇത്. ഫ്ലവറുള്ള പ്ലാന്റാണ് കേട്ടോ സെയിലിനായിട്ട് ഉള്ളത്. ഇതിൻ്റെ റേറ്റ് 50 രൂപയാണ് കേട്ടോ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്, 50 രൂപയാണ്. ഇസ്ലാം മൊറാഡ ഒരു വിവിപാരസ് വെറൈറ്റിയാണ് കേട്ടോ. റേറ്റ് 50 രൂപയാണ് കേട്ടോ. ചോമ്പ് മെമു ഒരു വിവിപാരസ് വെറൈറ്റിയാണ് കേട്ടോ. ചോമ്പ് മെമുവിൻ്റെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 130 രൂപയാണ്. ഇതാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ്, 130 രൂപയാണ് കേട്ടോ ചോമ്പ് മെമുവിൻ്റെ റേറ്റ്. അടുത്ത പനാമ പസഫിക്കാണ് കേട്ടോ. പനാമയും ഈ വിവിപാരസ് വെറൈറ്റിയാണ്. കണ്ടില്ലേ, നോഡൊക്കെ ഉണ്ട്. നമുക്ക് ഒത്തിരി തൈകൾ കിട്ടുകയൊക്കെ ചെയ്യും പനാമയ്ക്കും. പനാമയുടെ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 120 രൂപയാണ്. അടുത്ത ഒരു വിവിപാരസ് വെറൈറ്റിയായ കീലാർഗോയാണ് കേട്ടോ. കീലാർഗോയുടെ ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഒത്തിരി തൈകൾ നമുക്ക് കിട്ടുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ കീലാർഗോയുടെ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 80 രൂപയാണ്. 80 ആണ് കേട്ടോ. വെറൈറ്റി വിവിപാരസ് വെറൈറ്റിയാണ്, ഡൗബനാണ് കേട്ടോ. ഡൗബൻ്റെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 50 രൂപയാണ്. അതും വിവിപാരസ് ആണ്, 50 രൂപയാണ് കേട്ടോ റേറ്റ്. വിവിപാരസ് വെറൈറ്റിയായ ലിൻസി വുഡിൻ്റെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 130 രൂപയാണ് കേട്ടോ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. അടുത്ത വെറൈറ്റി പീച്ച് ബ്ലൂ ആണ് കേട്ടോ. അതും ഒരു വിവിപാരസ് വെറൈറ്റിയാണ്, 120 രൂപയാണ് റേറ്റ്. ഒരു ഫ്രിഡ്ജ് ബോക്സിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് മെസ്സേജ് മാത്രം അയയ്ക്കുക, കോളുകൾ ഒഴിവാക്കുക കേട്ടോ.